മലപ്പുറംകാരായ ജയേട്ടനും ബാലു എന്ന് വിളിക്കുന്ന ബാലകൃഷ്ണനും എന്നെ കാത്തു നിൽക്കുന്നതാണ് കേട്ടോ. ഈ സ്ഥലം കോഴിക്കോട് പാളയമാണ്. പാളയത്തെ ഞായറാഴ്ച മാർക്കറ്റാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വിരാട വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. പാളയത്ത് ഇങ്ങനെ കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോൾ ഇത്തിരി ലേറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആയിപ്പോയി. ഇത് രാവിലെ തുടങ്ങുന്നതാണ്. ഈ സെക്കൻഡ്സ് സാധനങ്ങൾ, അതുപോലെ പഴയ സാധനങ്ങൾ വാങ്ങാൻ ഒരുപാട് ആൾക്കാർ എത്തുന്ന ഒരു സ്ഥലമാണ്. അതാ ഇരിക്കുന്ന സെറ്റുകളൊക്കെ ഉണ്ടോ, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, പിന്നെ ടൂൾസ്, വാച്ചുകൾ, മൊബൈൽ എന്ന് വേണ്ട പല പല സാധനങ്ങൾ നമുക്ക് കിട്ടും. ഇതാ ഇരിക്കുന്ന റേഡിയോ ഉണ്ടോ, 70-കളിലും 80-കളിലൊക്കെ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടേപ്പ് റെക്കോർഡറാണത്. അങ്ങനെ എന്ത് സാധനവും ഇവിടെ വാങ്ങിക്കാം. അതാ മിക്സി ഇരിക്കുന്നു. ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങിക്കാനും വരുന്നുണ്ട്. പലതരം ടൂൾസ്. പക്ഷേ ഇതാ പഴയ ഒരു ടെലിഫോൺ, കോയിൻ ടെലിഫോൺ, ഇതൊക്കെ ഇപ്പം കുട്ടികൾക്ക് കാണാൻ അത്ഭുതമുള്ള സാധനങ്ങളാണ്. അങ്ങനെ ഈവൻ നട്ടും സ്ക്രൂവും വരെ ഇവിടെ പഴയത് വാങ്ങിക്കാനായിട്ട് കിട്ടും. പക്ഷേ ഈ മാർക്കറ്റിൻ്റെ പീക്ക് കാണണമെങ്കിൽ രാവിലെ വരണമായിരുന്നു. അതുപോലെ തുണിത്തരങ്ങൾ, ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇത് കണ്ടു നടക്കുകയും പിന്നെ നമുക്ക് ആവശ്യമുള്ള ചില സാധനങ്ങളൊക്കെ ഒരു നൊസ്റ്റാൾജിയയുടെ അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തൊക്കെ വാങ്ങിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പാളയം മാർക്കറ്റ്. വളരെ രസകരമാണ്. എന്തോ പഴയ ആംപ്ലിഫയറൊക്കെ ഇരിക്കുന്നത്, പഴയ സ്പീക്കറുകൾ, അതുപോലെ ചിലരൊക്കെ വാച്ചുകൾ കണ്ടോ, പല വെറൈറ്റിയിലുള്ള വാച്ചുകൾ, പഴയ വാച്ചിൻ്റെ പാർട്സ്, ഇങ്ങനെയൊക്കെ ഇവിടെ ഈ പാളയം മാർക്കറ്റിൽ കിട്ടും. അതുപോലെ ചെറിയ സെക്കൻഡ്സ് സാധനങ്ങൾ. അങ്ങനെ ഇത് വൈകുന്നേരമാണ്, സന്ധ്യ ആകുന്ന സമയമാണ്. പടിഞ്ഞാറ് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ ഒരു പഴയ ജനറേറ്റർ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ വിൽക്കാൻ. അങ്ങനെ ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തിയത് പഴയ ചില മാസികകൾ വരെ, മലയാള മനോരമയും മംഗളവും ഒക്കെ ഇവിടെ പഴയത് അതുപോലും കൂടെ ഇവിടെ വിൽക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലെ ചെരുപ്പ് കണ്ടോ, പലതരത്തിലുള്ള ചെരുപ്പുകൾ, ഇതൊക്കെ നമുക്കിവിടെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് കാണാനുള്ള ഒരു ഇതിലാണ് വന്നത്. പലതരം ടൂൾസാണ്. പുള്ളി കച്ചവടമൊക്കെ മതിയാക്കി പോവുകയാണെന്ന് തോന്നുന്നു. കോയിൻസ്, ഒരാളവിടെ കിടന്ന് ഉറങ്ങുന്നു കേട്ടോ. അങ്ങനെ രസമാണ് ഇത് കണ്ടു നടക്കാമെന്ന് പറഞ്ഞാൽ വളരെ രസമാണ്. കിലോമീറ്ററുകൾ ദൂരത്തിൽ ഇതിങ്ങനെ പല പല കടകൾ, അതായത് പ്രധാന കടകളൊന്നും ഇന്ന് തുറക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ മുമ്പിലൊക്കെയാണ് ഈ കച്ചവടങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഞങ്ങളിതൊക്കെ കണ്ടിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. പലരും ആൾക്കാരൊക്കെ വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ നോക്കി ഈ PVC പൈപ്പിൻ്റെ അതൊരു എക്സ്ഹോസ്റ്റ് ഫാനിരിക്കുന്നു. PVC പൈപ്പ് ഫിറ്റിങ്സ് പോലും കൂടെ ഇവിടെ പഴയത് കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമല്ലേ. അതും വളരെ ചെറിയ പൈസയ്ക്ക് നമുക്കിതൊക്കെ വാങ്ങിക്കാനായിട്ട് പോകും. ചില സാധനങ്ങളൊക്കെ നമുക്ക് അതുപോലെ ചാർജറുകൾ ചെറിയ വിലയ്ക്കൊക്കെ കിട്ടുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പുതിയത് വാങ്ങിക്കാൻ പറ്റാതിരിക്കുന്ന ചില സാധനങ്ങൾ, ചെറിയ സാധനങ്ങൾ വാങ്ങിച്ച് റിപ്പയറൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഈ മാർക്കറ്റിൽ കിട്ടും. അവിടെ വാച്ചുകൾ പലതരം കൂട്ടിയിട്ടേക്കുന്നുണ്ടോ, ഏതൊക്കെ തരം വാച്ചുകളാണെന്ന് നോക്കി അതിനകത്തുനിന്ന് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. നല്ല കച്ചവടം നടക്കുന്ന ഒരു മാർക്കറ്റാണിത്. പലതരം ബാഗുകൾ എന്ന് വേണ്ട ഈവൻ എനിക്ക് തോന്നുന്നത് ഷിമ്മിക്കൂട് പോലെ പോലും കൂടെ ഈ മാർക്കറ്റിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നു കൊണ്ട് വിൽക്കാനായിട്ട്. ഇവിടെ എന്തോ ഒരു സാധനം വിൽക്കുന്നുണ്ട്, ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഈ കാഴ്ചകൾ കണ്ട് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചിലരൊക്കെ കച്ചവടം മതിയാക്കി പോകുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മേലെ പാളയത്തെത്തി കഴിഞ്ഞാൽ ഇനി പിന്നെ തുടങ്ങുന്നത് ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ മിഠായി തെരുവാണ്. മേലെപ്പാളയത്തു നിന്ന് നമ്മുടെ എസ്കേപ്പ് ഒറ്റക്കാട് മാനാഞ്ചിറ വരെ നീണ്ടു കിടക്കുന്ന 1 കിലോമീറ്ററിലധികമുള്ള SM സ്ട്രീറ്റ് എന്ന് പറയുന്ന, അതായത് മിഠായി തെരുവാണിത്. അപ്പം ഏതൊക്കെയാലും മിഠായി തെരുവിൽ മിഠായി തെരുവിൽ ഈ പറഞ്ഞതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ റോഡ് സൈഡിലാണ് കച്ചവടം ഏറ്റവും കൂടുതലുള്ളത്. പലതരം തുണികൾ, അതായത് അങ്ങനെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ ശങ്കരൻ ബേക്കറി എന്ന് പറയുന്ന 1933 മുതൽ ഉള്ള ഒരു ബേക്കറിയാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ശങ്കരൻ ബേക്കറിയാണ്. ഏതൊക്കെയാലും ഞങ്ങൾ അവിടെ കയറി 1-2 തരം ഹൽവയൊക്കെ വാങ്ങിച്ചിട്ടാണ് നടന്നത്. ബാലു ഈ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് പല സ്ഥലങ്ങളും വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഓരോ സ്പോട്ടും ഭിന്നതിനൊക്കെയാണെന്ന് ബാലു നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന കട ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ വരാറുണ്ടായിരുന്നു. നമുക്ക് ജനം ഒഴുകുകയാണ് ഈ സ്ട്രീറ്റിലൂടെ.
ഇതിലൂടെ നടക്കുക തന്നെ ഒരു രസകരമാണ്. അതുപോലെ വേറൊരു പ്രശ്നമുണ്ട്, ഇവിടെ മോഷണമൊക്കെ നടക്കുക. അപ്പോൾ നമുക്ക് പേഴ്സ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ഇവിടെ നടക്കാനായിട്ട്. അങ്ങനെ ശങ്കരൻ ബേക്കറിയിൽ നിന്ന് കുറച്ച് മധുരമൊക്കെ വാങ്ങിച്ചു. അതുപോലെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ഹനുമാൻ കോവിലുണ്ട് ഇവിടെ. അങ്ങനെ ഈ ചുറ്റുപാടുമുള്ള ഒരു എന്താ പറയുക, ആൾക്കാർ വിളിക്കുന്നുമുണ്ട്. എല്ലാ സാധനങ്ങളും വിളിച്ചു പറഞ്ഞിട്ടൊക്കെയാണ് വാങ്ങിക്കുന്നത്. അതായത് പല ബ്രാൻഡഡ് ഐറ്റംസിൻ്റെയും സെക്കൻഡ്സൊക്കെ ഈ മിഠായി തെരുവിൽ കിട്ടും. അങ്ങനെ മിഠായി തെരുവിൻ്റെ ഇങ്ങേ അറ്റത്തെത്തി കേട്ടോ. ഇവിടെയാണ് എസ്.കെ. പൊറ്റക്കാടിൻ്റെ പ്രതിമയുള്ളത്. ഒരു ദേശത്തിൻ്റെ കഥ പറയുന്ന എസ്.കെ. പൊറ്റക്കാട്. ഇവിടെ കൊണ്ട് SM സ്ട്രീറ്റ് അല്ലെങ്കിൽ മിഠായി തെരുവ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയും പുതിയ കാഴ്ചകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.